അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, തിരുവരുൾ എന്ന പ്രോഗ്രാമിൻ്റെ 6ാമത്തെ ക്ലാസ്സാണിത്. തുർമുദിയിലുള്ള ഹദീസാണ് വിശദീകരിക്കുന്നത്. 19ാമത്തെ ഹദീസ്. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, ആ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ, നശറല്ലാഹു അലൈഹി കനഫഹു വ അദ്ഖലഹുൽ ജന്ന, അവൻ്റെ മേൽ അള്ളാഹു തണൽ വിരിക്കുന്നതും അവനെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതുമാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷ ലഭ്യമാവാൻ, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭ്യമാവാൻ, സ്വർഗപ്രവേശനം സാധ്യമാവാൻ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാവണം. ഒന്ന്, റിഫ്ഉൻ ബിൽ ലഈഫ്, ബലഹീനരോട് മയത്തിൽ പെരുമാറുക. ദുർബല വിഭാഗങ്ങളോട് അനുകമ്പയോടെ, വാത്സല്യത്തോടെ, കാരുണ്യത്തോടെ ഇടപെടുക. നമ്മുടെ ശക്തി കാണിക്കാനും നമ്മുടെ ധാർഷ്ട്യം പ്രകടിപ്പിക്കാനുമുള്ളവരല്ല പാവപ്പെട്ടവർ. പാവപ്പെട്ടവരായ, ബലഹീനരായ, ദുർബലരായ ജനവിഭാഗത്തോട് കാരുണ്യത്തോടെയും മയത്തോടെയും വാത്സല്യത്തോടെയും ദയയോടെയും പെരുമാറാൻ സാധ്യമായി കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിലേക്കുള്ള വഴികൾ എളുപ്പമാകുന്നതാണ്. രണ്ടാമത്തേത്, വശഫഖതു അലൽ വാലിദൈൻ, മാതാപിതാക്കളോട് വാത്സല്യത്തോടെ കാരുണ്യത്തോടെ ഇടപെടുക. നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും എത്രമാത്രം താഴ്മയോടെയും വിനയത്തോടെയും നമുക്ക് പെരുമാറാൻ സാധിക്കുമോ അത്രമാത്രം വിനയത്തോടെയും താഴ്മയോടെയും മാതാപിതാക്കളോട് ഇടപെടുക. മൂന്നാമത്തേത്, വൽ ഇഹ്സാനു ഇലൽ മംലൂക്ക്, തൻ്റെ കീഴിലുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുക. ഇവിടെ പറയപ്പെട്ട 3 കാര്യങ്ങളും മറ്റുള്ളവരോട് നാം കാണിക്കേണ്ട പെരുമാറ്റത്തെക്കുറിച്ചും ഇടപെടലിനെ കുറിച്ചുമാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കുറച്ച് അധികാരം പ്രയോഗിക്കാൻ പറ്റുന്ന വിഭാഗങ്ങളായിരിക്കാം ഇവർ, ബലഹീനരായ ആളുകൾ, നമുക്ക് കീഴിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ തന്നെ. ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചവരൊന്നും പ്രതികരിക്കില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ശാരീരികമായ ഉപദ്രവമില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചില ആളുകൾ അവരോട് അക്രമം കാണിക്കാൻ കാരണമാകും, ധിക്കാരത്തോടെ പെരുമാറാൻ, അഹങ്കാരത്തോടെ ഇടപെടാൻ കാരണമാകും. എന്നാൽ അത്തരം ആളുകളോട് പോലും വിനയത്തോടെയും താഴ്മയോടെയും മയത്തോടെയും പെരുമാറണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ വിശദീകരിക്കുന്നത്. എന്നാൽ സ്വർഗപ്രവേശനം സാധ്യമാകും, അള്ളാഹു തണൽ വിരിച്ചു തരും. ഇനി 20ാമത്തെ ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റകഅതാനി ബിസിവാകിൻ അഫ്ളലു മിൻ 70 റകഅതൻ ബിഗൈരി സിവാക്. റകഅതാനി, 2 റകഅത്ത്, അഥവാ 2 റകഅത്ത് നിസ്കരിക്കുക എന്നത്, ബിസിവാക്കിൻ, മിസ്വാക്കോടുകൂടി, മിസ്വാക്ക് ചെയ്തുകൊണ്ട്. മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൻ്റെ മുമ്പ്, നിസ്കാരത്തിലേക്ക് കൈകെട്ടുന്നതിൻ്റെ മുമ്പ്, നിയ്യത്ത് വെക്കുന്നതിൻ്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക. അത് അഫ്ളലു മിൻ 70 റകഅതൻ, 70 റകഅത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. ബിഗൈരി സിവാക്ക്, മിസ്വാക്ക് ഇല്ലാതെ 70 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മിസ്വാക്ക് ചെയ്തതിന് ശേഷം 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത്. വലിയ പ്രതിഫലമാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത്. പക്ഷേ ഞാനടക്കമുള്ള പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്താണത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്ന് നിസ്കരിക്കുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിലും വളരെ ലളിതമായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു സുന്നത്താണത്. മിസ്വാക്ക് ചെയ്യുന്ന അറാക്കിൻ്റെ കൊള്ളി കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ആ നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് ഒന്ന് ആ അറാക്കിൻ്റെ കൊള്ളി കഷ്ണം വായിലിട്ട് ഒന്ന് മിസ്വാക്ക് ചെയ്ത് അതൊന്ന് മാറ്റിവെച്ച് നിയ്യത്ത് വെച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 70 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടും മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റകഅത്ത് നിസ്കാരത്തിന്. തബറാനിയിലുള്ള ഹദീസാണ്. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്. അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ, ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലിയാൽ,
ഹീന യുസ്ബിഹു അശ്റാ, രാവിലെ സമയത്ത് 10. വഹീന യുംസി അശ്റാ, വൈകുന്നേര സമയത്തും 10. അപ്പൊ രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് ചൊല്ലിയാൽ അദ്റകതുഹു ശഫാഅതി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ വ്യക്തിക്ക് എൻ്റെ ശഫാഅത്ത് എത്തുന്നതാണ്, ഞാൻ അവന് ശഫാഅത്ത് ചെയ്യുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് ആ രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്തുകൾ ചൊല്ലുന്നവന് ലഭ്യമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നമ്മളൊക്കെ ഇഷ്ടംപോലെ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, സ്വലാത്ത് ചൊല്ലാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെയും വൈകുന്നേരവും ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് 21-ാമത്തെ ഹദീസാണ്. ഇനി 22-ാമത്തെ ഹദീസ് തുർമുദിയിലുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യശ്കുരിന്നാസ ലാ യശ്കുരില്ലാഹ്, മൻ ലാ യശ്കുരിന്നാസ, ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവൻ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ, ലാ യശ്കുരില്ലാഹ്, അവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ കേവലം ദിക്റും സ്വലാത്തും നിസ്കാരം നോമ്പും ഹജ്ജും അതുമാത്രമായി പോയാൽ അള്ളാഹുവിനോടുള്ള ശുക്ർ പൂർത്തിയാവുകയില്ല. ജനങ്ങളോട് നന്ദി കാണിക്കാൻ കഴിയണം, കൂടെയുള്ളവരോട് നന്ദി കാണിക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ആളുകളാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയുള്ളൂ. നമുക്ക് ചുറ്റും നമ്മെ സഹായിച്ച, നമുക്ക് ഉപകാരം ചെയ്ത എത്രയോ ആളുകളുണ്ട്. അവരോട് നന്ദി കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പടച്ച റബ്ബിനോട് നന്ദി കാണിക്കുക? അള്ളാഹുവിനോടുള്ള ശുക്റിന്റെ പൂർണ്ണത സംഭവിക്കുന്നത് കൂടെയുള്ളവരോട് നന്ദി കാണിക്കുമ്പോഴാണ്. നന്ദിയുള്ള, കൃതജ്ഞതയുള്ള മനുഷ്യരായി, വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.